ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനമാല എന്നുള്ളൊരു കൃതിയെ കുറിച്ചാണ്. അപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്ന ആധാര ഗ്രന്ഥം, ഈ പ്രസന്റേഷന്റെ ആധാര ഗ്രന്ഥം ദർശനമാല. ഇത് മുനി നാരായണ പ്രസാദാണ് ഇതിനെ വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത്. വ്യാഖ്യാനം അഥവാ ഭാഷ്യം ചമച്ചിരിക്കുന്നത്. നമുക്ക് ദർശനമാലയിലേക്ക് സംസാരിക്കുന്നതിനൊക്കെ മുമ്പ് ഒരു പശ്ചാത്തലം അറിയേണ്ട ഒരു ആവശ്യമുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ദാർശനിക കൃതികൾ ഏകദേശം 5 or 6 എണ്ണം വരും. അതിൽ ഏറ്റവും കൂടുതൽ ജനകീയമായിട്ടുള്ളത് ദൈവദശകം തന്നെയാണ്. അതായത് 10 ശ്ലോകങ്ങളായിട്ട് ഉള്ള ഒരു പദ്യകൃതിയാണ് ദൈവദശകം. പിന്നെ അദ്ദേഹത്തിന്റെ കുറച്ചും കൂടി ഒരു വിപുലമായ ഗ്രന്ഥം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മോപദേശ ശതകം തന്നെയായിരിക്കും. ആത്മോപദേശ ശതകം 100, അതായത് ശതകം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം 100 എന്നാണ് അർത്ഥം. അപ്പൊ 100 ശ്ലോകങ്ങളുള്ള, അതിനെ മലയാള ഭഗവത്ഗീത എന്ന് പോലും വിശേഷിപ്പിച്ച് വരാറുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ വേറൊരു ദാർശനിക കൃതിയാണ് അറിവ്. അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തിന് പര്യായമായിട്ട് ശ്രീനാരായണ ഗുരു ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അറിവെന്ന് പറഞ്ഞ സാധനത്തിന് നോളജ് എന്നുള്ളൊരു പേരാണ് നമ്മൾ വ്യാവഹാരിക മലയാളം അല്ലെങ്കിൽ ഡെയിലി മലയാളത്തിൽ നമ്മൾ പൊതുവെ ഉപയോഗിച്ച് വരാറ്. പിന്നെ ഉള്ളത് ഒരു ബ്രഹ്മവിദ്യാ പഞ്ചകം എന്ന് പറഞ്ഞിട്ട് ഒരു കൃതിയുണ്ട്. അതും ഒരു സംസ്കൃത കൃതിയാണ്. പക്ഷെ പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രമാദമായ കൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർശനമാല തന്നെയാണ്. അത് സംസ്കൃതത്തിലാണ് രചിച്ചിട്ടുള്ളത്. അത് എൻ്റെ ഐതിഹ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിന്റെ വളരെ പ്രിയപ്പെട്ട ശിഷ്യനായ വിദ്യാനന്ദ സ്വാമികൾ സാമ്പ്രദായിക വേദാന്തം, അതായത് ശ്രീനാരായണ ഗുരു വേദാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കരാചാര്യരാണ് പര്യായം. അപ്പൊ ശങ്കരാചാര്യർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ തർക്ക വിതർക്കൽ ഖണ്ഡന മണ്ഡന രീതിയിലാണ് വേദാന്ത മതം സ്ഥാപിച്ചത്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം, മറ്റേ ഉപനിഷത്തുകൾക്ക് ഭാഷ്യം രചിച്ചിട്ടാണ്. ദശോപനിഷത്തുകൾക്ക്, ഭഗവത്ഗീതയ്ക്ക്, ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്വൈത വേദാന്ത മതം സ്ഥാപിക്കുന്നത്. അപ്പൊ അതിൽ അദ്ദേഹം ബ്രഹ്മസൂത്ര ഭാഷ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയിൽ അന്ന് നിലനിരുന്ന 16ഓളം ദാർശനിക സമ്പ്രദായങ്ങളെ അവരുടെ അപാകതകൾ, ദോഷങ്ങൾ എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കൃതികൾ രചിക്കാൻ ഇടവന്നത്. അതിനുശേഷം നമുക്കറിയാമല്ലോ രാമാനുജാചാര്യര് വന്നു. രാമാനുജാചാര്യര്, അതായത് വിശിഷ്ട അദ്വൈതം ഓർ ക്വാളിഫൈഡ് നോൺ ഡ്യുവലിസം എന്നുള്ളൊരു അദ്വൈതത്തിന് നോൺ ഡ്യുവൽ ഫിലോസഫി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ക്വാളിഫൈഡ് നോൺ ഡ്യുവലിസം വരികയാണ് ചെയ്തത് രാമാനുജാചാര്യരിലൂടെ. പിന്നെ പിൽക്കാലത്ത് മധ്വാചാര്യർ അദ്ദേഹം ഈ ദ്വൈതമതം സ്ഥാപിക്കുകയും ചെയ്തു. പിന്നെ ഭേദം നിംബാർക്കരാചാര്യർ, അങ്ങനെ കുറെ ആൾക്കാർ 6ഓളം വേദാന്ത സമ്പ്രദായങ്ങളുണ്ട്. അപ്പൊ വേദാന്തത്തിൽ നിങ്ങൾ ഒരു ഗ്രന്ഥം, ഒരു വേദാന്ത പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു വേദാന്ത മതം അല്ലെങ്കിൽ ഒരു വേദാന്ത മതം സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രഹ്മസൂത്രത്തിന്, ഭഗവത്ഗീതയ്ക്ക്, ദശോപനിഷത്തുകൾക്ക് ഭാഷ്യം രചിക്കുക എന്നുള്ളൊരു ഒരു കീഴ്വഴക്കമാണ്. പക്ഷെ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ വിഷൻ അങ്ങനെയല്ല ചെയ്തത്. ഈ ഗ്രന്ഥങ്ങൾക്കൊന്നും ഇപ്പൊ ബ്രഹ്മസൂത്രത്തിന് പകരം അദ്ദേഹം ഒരു വേദാന്ത സൂത്രം എന്ന് പറഞ്ഞ് വളരെ ഒരു സംക്ഷിപ്ത രീതിയിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയെക്കുറിച്ച് അദ്ദേഹം നിർവചിച്ചതായിട്ട് കണ്ടിട്ടില്ല. ഉപനിഷത്തുകൾ അദ്ദേഹം ഈശാവാസ്യ ഉപനിഷത്തും വേറെ ഏതൊരു ഉപനിഷത്തും മാത്രമാണ് അദ്ദേഹം ഈ വേദാന്തത്തെ കുറച്ചും കൂടി സരളമായ രീതിയിൽ ഒരു ജനകീയവൽക്കരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു വൈദിക മതം സ്ഥാപിക്കുക എന്നുള്ളതല്ല. പക്ഷെ അദ്ദേഹം ഒരു തികഞ്ഞ വേദാന്തിയായിരുന്നു. നിങ്ങൾ എന്ത് ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈവൻ ഒരു ജാതി ഒരു മതം പോലും വേദങ്ങളിൽ നിന്നുള്ള ഇതാണ്. അപ്പോൾ ഉപനിഷത്തിനെ ആധാരമാക്കിക്കൊണ്ട് വേദാന്തത്തിന് ആധുനിക ശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നിർവചനം നൽകിയ ഒരു ഗുരുവാണ് ശ്രീനാരായണ ഗുരു. ഇപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകമാണ് കേരളീയരായ നമ്മൾ പൊതുവെ
വായിച്ചാൽ മനസ്സിലാവുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഈ ദർശനമാല എന്നുള്ള കൃതിയാണ് എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തേക്കുന്നത്. ഒന്ന്, ഇപ്പൊ ഈവൻ ഞാനൊരു സംസ്കൃത പണ്ഡിതനൊന്നും അല്ലെങ്കിലും സംസ്കൃതത്തെക്കുറിച്ച് അത്യാവശ്യം ധാരണയുണ്ട്. കാരണം ഹിന്ദി ഇതാണ് ഞാൻ വീട്ടിൽ സംസാരിക്കുന്നത്, കൊങ്കണിയാണ്. ദേവനാഗരി ലിപി ലിറ്ററേച്ചർ വായിച്ചിട്ടുള്ളത് കൊണ്ട് സംസ്കൃതം ഏകദേശം വഴങ്ങുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കൃതിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ദർശനമാല ഇതിന് ഒരു ഇത് എഴുതിയത് വിദ്യാനന്ദ സ്വാമികളാണ്. ശ്രീനാരായണ ഗുരു റിസൈറ്റ് ചെയ്യും, വിദ്യാനന്ദ സ്വാമികൾ പുറകെ നടക്കും. അങ്ങനെ ഒരു ദിവസം ഇപ്പൊ 100 എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു ദീദതി ഭാഷ്യം എന്നൊരു പേര് കൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ ദീദതി ഭാഷ്യം വിദ്യാനന്ദ സ്വാമികളാണ്. എൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്, ഇപ്പൊ ടേബിളിലില്ല ബുക്ക്. അപ്പൊ ഈ ദീദതി ഭാഷ്യത്തെ ചുറ്റിപ്പറ്റിയാണ് നടരാജ ഗുരു ആൻഡ് ഇന്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദി ആബ്സല്യൂട്ട് എന്നുള്ള ഒരു പുസ്തകം എഴുതിയേക്കുന്നത്. അതേമാതിരി തന്നെ മറ്റേ നിത്യയുടെ സൈക്കോളജി ഓഫ് ദർശനമാലയും ഇനി മുനി നാരായണപ്രസാദിന്റെ ദർശനമാലയെല്ലാം ദീദതി ഭാഷ്യത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ദർശനമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് ഗാർലൻഡ്സ് ഓഫ് വിഷൻ എന്നാണ്. അപ്പൊ ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫിയെ ഭാരതീയർ വിളിച്ചുകൊണ്ടിരുന്നത് ദർശനമാണ്. മാല എന്ന് പറഞ്ഞാൽ അതിനെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു യുണീക്ക് ഫിലോസഫിയാണ്. അപ്പൊ ഈ ബുക്ക് തന്നെ ഏറ്റവും കൂടുതൽ ആദരിച്ചേക്കണം അതിന്റെ ഘടനാപരമായ ആ ഒരു സൗന്ദര്യമാണ്. അതായത് ഒരു സ്ട്രക്ചറലിസം ഈ ബുക്കിൽ ഒതുങ്ങി കിടപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ദർശനമാലയ്ക്ക് 10 ദശകങ്ങളായിട്ട് 100 ശ്ലോകങ്ങളാണുള്ളത്. അപ്പൊ ഈ ഓരോ ദശകവും ആദ്യത്തെ 5 ദശകം തത്തിനെ കുറിച്ച്, അതായത് ബ്രഹ്മം, അതിനെ കുറിച്ചായിട്ടും അവസാന 5 ദശകങ്ങള് ത്വമിനെ കുറിച്ചുകൊണ്ടാണ്. അപ്പൊ തത് പ്ലസ് ത്വം, തത്വം. അപ്പൊ അതൊരു ഒരു അസാമാന്യ കൃതിയാണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ സാധാരണ ആൾക്കാർ പറഞ്ഞു വരും ഭഗവത്ഗീത ഭാരതീയ ദർശന കൃതികളിലോട്ടൊരു ആധാരമാണത്. പക്ഷെ ആ ഭഗവത്ഗീതയിലേക്ക് കയറാൻ വരെ ദർശനമാല നിങ്ങളെ സഹായിച്ചേക്കും. അപ്പോ പിന്നെ ദർശനമാല നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇപ്പൊ മുനി നാരായണപ്രസാദിന്റെ ഈ പുസ്തകമാണ് ഉള്ളതിൽ ഏറ്റവും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പം. പക്ഷേ നിത്യതിനെ എഴുതി അത് സൈക്കോളജി പോയിന്റ് ഓഫ് വ്യൂല് അതിനെ നിർവചനം എഴുതിയിട്ടുണ്ട്. അത് സൈക്കോളജി ഓഫ് ദർശനമാല എന്നാണ് കൃതിയുടെ പേര്. അതേമാതിരി തന്നെ അതിനൊരു ശാസ്ത്രവും ഫിലോസഫിയുടെയും ആംഗിളിൽ വെസ്റ്റേൺ ഫിലോസഫിയായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു സമഗ്രമായ ഗ്രന്ഥമാണ് ആൻ ഇന്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദി ആബ്സല്യൂട്ട്. അപ്പോ ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകത്തിനെ ചുറ്റിപ്പറ്റി നടരാജഗുരു 3 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. സെർച്ച് ഫോർ നോം ഇൻ വെസ്റ്റേൺ തോട്ട് അഥവാ പരമ്പൊരുൾ പാശ്ചാത്യ ദർശനത്തിൽ, അത് DC ബുക്സ് മലയാളത്തിലും ഡൽഹിയിലെ DK പ്രിന്റ് പബ്ലിഷിങ്ങോ അവര് അതിന്റെ ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ പുസ്തകത്തിന്റെ പേര് വേദാന്തം ഒരു പുനരീക്ഷണം അഥവാ ഇംഗ്ലീഷിൽ വേദാന്ത റീവാല്യൂഡ് ആൻഡ് റീസ്റ്റേറ്റഡ്. മൂന്നാമത്തെ പുസ്തകത്തിന്റെ പേര് ഫിലോസഫി ഓഫ് എ ഗുരു. ഇത് 3ഉമാണ് ആത്മോപദേശ ശതകത്തെ ചുറ്റിപ്പറ്റി നടരാജ ഗുരു എഴുതിയേക്കുന്നത്. അതിനെ യൂണിറ്റി ഫിലോസഫി എന്ന് പറഞ്ഞിട്ട് നമുക്കത് ബുക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഈ ദർശനമാലയെ ചുറ്റിപ്പറ്റി നടരാജ ഗുരു എഴുതിയേക്കുന്നത് ആൻ ഇന്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദി ആബ്സല്യൂട്ട് എന്നുള്ളതാണ്. ഈ നേരത്തെ ആത്മോപദേശ ശതകത്തിനെ ചുറ്റിപ്പറ്റി എഴുതിയേക്കണ 3 പുസ്തകങ്ങള് പൊതുവെ അത് എന്താ പറയുക, വാല്യൂസ് ഗുരുകുലം, ശ്രീ നാരായണ ഗുരുകുലം പബ്ലിഷ് ചെയ്തിരുന്ന വാല്യൂസ് മാഗസിനിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചതാണ്. അതിനെ ഒരു പുസ്തകമാക്കിയതാണ്. പക്ഷെ ഇന്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദി ആബ്സല്യൂട്ട് ഒരു സമഗ്രമായ ഒരു ഇൻഡിപെൻഡന്റ് പഠനമാണ്. അതൊരു മാസികയിൽ വന്നതോ എന്ന് ആയിട്ട് എനിക്ക് അറിവില്ല. അപ്പൊ നമുക്ക് ഈ ഗ്രന്ഥത്തിലോട്ട് കടക്കാം. ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ആദ്യത്തെ 5 ദശകങ്ങൾ അഥവാ 5 ചാപ്റ്റേഴ്സ് തത്തിനെ കുറിച്ചാണ്, അഥവാ ബ്രഹ്മത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ പരമാത്മാവിനെ കുറിച്ചാണ്. അടുത്ത 5 ചാപ്റ്റർ ജീവാത്മാവിനെ കുറിച്ചാണ്, അതായത് ത്വം. അതാണ് തത് പ്ലസ് ത്വമാണ് എന്താ പറയുക തത്വം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിന്റെ പേരുകളൊക്കെ ഒന്ന് വായിക്കാം. അതായത് ഈ ഇതില് ആമുഖമുണ്ട്. ദർശനമാലയുടെ മൂലം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകത്തില് എല്ലാ 10 ദശകങ്ങളെ കുറിച്ച് ഒരു ഷോർട്ട് എസ്സേ എന്ന് പറയാൻ പറ്റില്ല, 1-2 പാരഗ്രാഫ് എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് നല്ലൊരു തുടക്കം കിട്ടും. നമുക്ക് ഇതിലോട്ട്
നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ ഈ ഉപോത്ഘാതം എന്നുള്ളൊരു പദമാണ്. എനിക്ക് അതിൻ്റെ അറിയില്ല, അത് ഒരു ആമുഖം എന്നൊക്കെ ഉള്ള ഒരു അർത്ഥത്തിലാണ് നമുക്കത് എടുക്കാൻ സാധിക്കുക. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആദ്യത്തെ ദശകത്തിന്റെ പേര് അധ്യാരോപ ദർശനം എന്നാണ്. അധ്യാരോപ ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിഷൻ ബൈ സൂപ്പർ ഇമ്പോസ്. ദർശനം എന്ന് പറഞ്ഞ വിഷൻ, അധ്യാരോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂപ്പർ ഇമ്പോസിഷൻ. വിഷൻ ബൈ സൂപ്പർ ഇമ്പോസിഷൻ എന്നാണ് അതിന്റെ ആംഗലേയ പദം. അടുത്തത് അപവാദ ദർശനം എന്നാണ്. അതായത് ഈ എന്താ പറയാ, വിഷൻ ബൈ, അതിനൊരു എന്താ പറയാ, അതിനൊരു പേരുണ്ട്. ഒരു മിനിറ്റ്, എൻ്റെ ഒരു കൃതി, ഞാനിത് ഇപ്പോ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഈ ദീദതി ഭാഷ്യം എൻ്റെ ഇതാണ് ദർശനമാലയുടെ ദീദതി ഭാഷ്യം. അതായത് ഇത് ചെറിയൊരു പുസ്തകമാണ്. അതായത് ഇപ്പൊ എന്താ പറയാ, ഇതിപ്പോ ഈ പുസ്തകത്തിന്റെ വില 70 രൂപയാണ്, നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോ ഈ ദർശനമാല പഠിക്കാൻ വേണ്ടി വേറൊരു പുസ്തകം കൂടി ഉണ്ട്, നിത്യചൈതന്യതിയുടെ. അതിന്റെ ഗാർലൻഡ് ഓഫ് മിസ്റ്റിക്കൽ വിഷൻസ് എന്നാണ് അവിടെ എഴുതിയേക്കണേ. ഈ പുസ്തകത്തില് ഈ നമ്മൾ മലയാളത്തിൽ എഴുതിയേക്കണ മിക്ക പദങ്ങളുടെ, മലയാളം അല്ലെങ്കിൽ സംസ്കൃതത്തിൽ എഴുതിയേക്കണ മിക്ക പദങ്ങളുടെ എന്താ പറയാ, ഇതിന്റെ അപവാദ ദർശനം എന്ന് പറഞ്ഞാൽ വിഷൻ ഓഫ് നോൺ സപ്പോസിഷൻ. ഈ അധ്യാരോപ ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വേദാന്ത വിധി പ്രകാരം അല്ലെങ്കിൽ മതപ്രകാരം അല്ലെങ്കിൽ വേദാന്ത തത്വ സംഹിത പ്രകാരം രൂപഭാവ ഭേദ ഗുണങ്ങളില്ലാത്ത, ഒരിക്കലും മാറാത്ത സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മം പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് ഈ വ്യാവഹാരിക ലോകം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ മുകളിലുള്ള ഒരു എന്താ പറയാ, ഇമ്പോസിഷനാണ് ഈ കാണുന്ന ജഗത്ത് എന്നാണ് അതിന്റെ കാര്യം. അപ്പോൾ ഒരു സാധകൻ അല്ലെങ്കിൽ ഒരു സീക്കർ, അയാൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മായ അല്ലെങ്കിൽ മായാവൃതമായ, അത് മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇലൂഷൻ എന്നല്ല അർത്ഥം, പ്രൊവിഷണൽ ട്രൂത്ത് എന്നാണ്. അതായത് സാന്ദർഭിക സത്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഉണ്ടായത് എന്തും നിലനിന്ന് ലയിക്കും എന്നുള്ളൊരു ഫൈനൈറ്റ് ആയിട്ടുള്ള വസ്തുക്കൾക്കൊക്കെ ആ പ്രോബ്ലം ഉണ്ട്. അപ്പോ വേദാന്തത്തിന് സത്യത്തിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. അത് ഞാൻ ഒരു ത്രികാല അബാധിത്വം, അതായത് 3 കാലങ്ങളിൽ മാറാത്തതെന്തോ, അതായത് പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും മാറാത്തതാണ് സത്യം. അത് മാത്രം പോരാ, കാര്യകാരണ അനന്യത്വം, അതായത് കാര്യവും കാരണം, അതായത് എഫക്റ്റും കോസും തമ്മിൽ ഡിസ്റ്റിങ്ഷൻ പാടില്ല. അതായത് ഇപ്പൊ ഈ കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഇൻ ഫിലോസഫി പറയുമ്പോൾ 4 കോസസ് ആണ് പൊതുവേ ഉള്ളതായിട്ട് കാണാം. അതായത് ഈ എന്താ പറയാ, ഉപാദാന കാരണം അഥവാ മെറ്റീരിയൽ കോസ്, നിമിത്ത കാരണം അഥവാ എഫിഷ്യൻ കോസ്, രൂപകാരണം അഥവാ ഫോർമൽ കോസ്, അന്തിമ കാരണം അഥവാ ഫൈനൽ കോസ്. അതായത് 4 കോസ് ഉണ്ട്. അപ്പൊ കോസും എഫക്റ്റും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോഴും ഈ 4 കാരണങ്ങളുണ്ട്. ഇപ്പൊ ഈവൻ ഗ്രീക്ക് ഫിലോസഫിയില് അരിസ്റ്റോട്ടലിനാണ് ഈ ലേബലുകൾ അരിസ്റ്റോട്ടലിൻ്റെതാണ്. പൊതുവെ വെസ്റ്റേൺ ഫിലോസഫിയിലും ഈ 4 കാരണങ്ങളെ കുറിച്ച് കാണാം. അപ്പൊ നടരാജഗുരുവിന്റെ ഗ്രന്ഥങ്ങളിലും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോ ഈ കാര്യകാരണ അന്യത്വം എന്ന് വെച്ചാല് എഫിഷ്യൻ കോസും മെറ്റീരിയൽ കോസും തമ്മിൽ ഡിസ്റ്റിങ്ഷൻ പാടില്ല. അപ്പൊ ബ്രഹ്മം തന്നെ ആയിരിക്കണം. അപ്പൊ അതാണ് സത്യം. ഏതെങ്കിലും ഒരു കാര്യം ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ആവിർഭവിച്ച് നിലനിന്ന് മറ്റേ എന്താ പറയാ, ലയിക്കും. അതായത് ഇപ്പൊ ആവിർഭാവം എന്ന് പറയുമ്പോൾ എന്താ കാര്യം പറയാം, എമർജൻസ് എന്ന് പറയാം. അതായത് ഇപ്പൊ ഇതെന്താ പറഞ്ഞു വെച്ചാല്, ഇപ്പോ വേദാന്തത്തിലെ എവല്യൂഷൻ എന്നല്ല അതിനെ പറഞ്ഞ, വിവർത്തം എന്നേ പറയുള്ളൂ. അത് ബ്രഹ്മം എന്നേ ഉണ്ട്. ബ്രഹ്മത്തിന്റെ പല പ്രകടിത ഭാവങ്ങളെല്ലാം ഈ ജഗത്ത് എന്ന് പറഞ്ഞാൽ അത് വൺ വിച്ച് ഈസ് ഇൻ കോൺസ്റ്റന്റ് ഫ്ലക്സ് എന്നാണ്. സദാ മാറിക്കൊണ്ടിരിക്കുന്ന ഇതെന്തോ അതാണ് ജഗത്ത്. ജഗത്തിന് സംസ്കൃതത്തിൽ ഒരു മൂല ധാതുപദമൊക്കെ ഉണ്ട്, അതിന് നിർവചനമുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് എൻ്റെ മെമ്മറിയിൽ നിന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ ത്രികാല അബാധിത്വം, ഒരു ട്രാൻസെൻഡന്റൽ ആയിരിക്കണം. അതായത് ഇറ്റ് ഷുഡ് ട്രാൻസെൻഡ് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഓക്കെ. പിന്നെ കാര്യകാരണം, അതായത് എഫിഷ്യൻ കോസും മെറ്റീരിയൽ കോസും തമ്മിൽ ഡിസ്റ്റിങ്ഷൻ പാടില്ല. അതാണ് അതല്ലാത്തതെല്ലാം
മിഥ്യയാണ്. മിഥ്യ എന്ന് പറഞ്ഞാൽ ഇലൂഷൻ അല്ല, പ്രൊവിഷണൽ ട്രൂത്ത്. അപ്പോ ഒരു വിഷൻ, അതോ ബ്രഹ്മത്തിന്റെ മുകളിൽ ജഗത്ത് ഒരു 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 ആരോപിക്കപ്പെടുകയാണ് ചെയ്തേക്കണേ. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ അപവാദ ദർശനം എന്നാണ്, വിഷൻ ഓഫ് നോൺ സപ്പോസിഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസിഷനാണ് അപവാദ ദർശനം, നോൺ സപ്പോസിഷൻ ആണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഭാരതീയർ എന്ത് കൃതികൾ എഴുതുമ്പോഴും ദ്വന്ദ്ം ഉണ്ടാവും അവിടെ. അതായത് ഇപ്പൊ എന്ന് വെച്ചാല് രണ്ട് ഓപ്പോസിറ്റ് തമ്മിലുള്ള ഈ എന്താ പറയാ, ഇതാണ് ആദ്യമേ സ്റ്റേറ്റ് ചെയ്യുക. പിന്നെ മൂന്നാമത്തത് അസത്യ ദർശനം എന്ന് പറയും. അതായത് വെൻ യു നെഗേറ്റ് ടു ദ്വന്ദ്ം, അതായത് രണ്ട് ദ്വന്ദ്വത്തിന്റെ രണ്ട് എക്സ്ട്രീംസ് നമ്മൾ രണ്ടിനെയും നിരാകരിക്കുമ്പോൾ നമുക്കൊരു അധിഷ്ഠാനം അഥവാ ഒരു ബേസിസ് നമുക്ക് ലഭിക്കും. അതാണ് ബ്രഹ്മം. അതാണ് ഈ എന്താ പറയുക, ഇതിന്റെ ഈ കൃതികളുടെയൊക്കെ സ്ട്രക്ചറിൽ എപ്പോഴും ഉണ്ടാവും. അധ്യാരോപ ദർശനം, പിന്നെ വിഷൻ ഓഫ് നോൺ സപ്പോസിഷൻ. അതായത് ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് നമുക്ക് ഈ മായാവൃതം അല്ലെങ്കിൽ മിഥ്യയായിട്ടുള്ള ഈ ജഗത്ത്, അല്ലെങ്കിൽ ഒരു പ്രൊവിഷണൽ ട്രൂത്തായ ഈ ജഗത്തിന് അതിന്റെ പുറകിലുള്ളതിനെ കുറിച്ചുള്ള നിർവചനമാണ് അപവാദ ദർശനം. ഇത് രണ്ടിനെയും നിരാകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മറ്റേ എന്താ പറയാ മൂന്നാമത്തെ ചാപ്റ്റർ അസത്യ ദർശനം അഥവാ വിഷൻ ഓഫ് നോൺ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞു വരുന്നത്. പിന്നെ നാലാമത്തത് മായാദർശനം എന്നാണ്, ഈ വിഷൻ ഓഫ് നെഗേഷൻ എന്നാണ് അതിനെ പറയുന്നത്. അതായത് മായാദർശനത്തെക്കുറിച്ച്, മായയെക്കുറിച്ച് നിർവചനം ശങ്കരാചാര്യര് വിവേക ചൂടാമണിയില് നൽകിയിട്ടുണ്ട്. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ മായ ഒരു പൊതുവെ ആൾക്കാരത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ സാങ്കേതിക അർത്ഥത്തിലല്ല ആൾക്കാർ ഉപയോഗിക്കുന്നത്. അതായത് മോഹമായ അങ്ങനെയൊക്കെ ഉപയോഗിക്കും. പക്ഷെ ഈ എന്താ പറയാ, മിഥ്യ എന്താണ്, മായ എന്താണ് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള. അപ്പൊ തൽക്കാലത്തേക്ക് മായ എന്നുള്ളത് ജഗത്തിലുണ്ട്, പക്ഷെ അതായത് പ്രൊവിഷണൽ ആണ്, അത്രയും അറിഞ്ഞിരുന്നാൽ മതി. അതാണ് വിഷൻ. അത് നെഗേഷനിലൂടെ, അതായത് നേതിയിലൂടെയാണ് നമ്മൾ ഈ വേദാന്തത്തിന്റെ സത്യത്തിലോട്ടുള്ള പാത. അതായത് നേതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വേദാന്തത്തെ ഒരു സംക്ഷിപ്ത രീതിയിൽ നേതി രീതി പറയുകയാണെങ്കിൽ, ഓക്കെ, ഞാൻ ആരാണ്, ഇതാണ് ശരിക്കും ഫിലോസഫിയുടെ 3 ക്വസ്റ്റ്യൻസ്. എന്താണ് ഞാൻ ആരാണ്, എനിക്ക് എന്തൊക്കെ അറിയാൻ സാധിക്കും, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ഹു ആം ഐ, വാട്ട് ക്യാൻ ഐ നോ, വാട്ട് ഷുഡ് ഐ ഡു. അതിനാണ് ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി, ആക്സിയോളജി എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ ഞാൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ശരീരമുള്ള ഞാനാണ്. ശരീരം ചേഞ്ചിങ് ആണ്. അപ്പോൾ കാര്യകാരണ ഈ ത്രികാലാബാധിത്വം ഇല്ല. ഇനിയിപ്പോ ശരീരത്തിനെ എങ്ങനെയാണ് നമ്മൾ ബാഹ്യലോകമായിട്ട് സംവേദനം ചെയ്യുന്നത്? നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ്. അപ്പൊ ഇന്ദ്രിയം സത്യമാണോ? അല്ല. കാരണം ഇന്ദ്രിയം മാറിക്കൊണ്ടിരിക്കും. ഇന്ദ്രിയത്തിന്റെ ഇപ്പൊ ചിലപ്പോൾ ചെവി, ചില സമയത്തൊക്കെ നമ്മൾ ചെവി അടഞ്ഞിരിക്കും. ഇതിനൊരു മാറ്റം ഉണ്ട് അതിന്. അപ്പൊ ഇന്ദ്രിയം, പിന്നെ മനസ്സാണോ യാഥാർത്ഥ്യം? മനസ്സും മാറിക്കൊണ്ടിരിക്കും. ബുദ്ധിയും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആകെ പിന്നെ ബുദ്ധിക്ക് അധിഷ്ഠാനം എന്താണ്? ബോധം, അതായത് അഹംബോധം. ഓക്കെ, അഹംബോധം ആണ് യാഥാർത്ഥ്യം. അത് അഖണ്ഡ ബോധത്തിന്റെ ഭാഗമാണെന്നുള്ളതാണ് എന്താ പറയാ വേദാന്തത്തിന്റെ ക്രക്സ്. അപ്പോ ഈ പറയുന്ന നേതിയാണ് ഈ ഇപ്പൊ എന്താ പറയാ മായ ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയാനുള്ള വിദ്യ. അപ്പോ മായയെ നേതി സമ്പ്രദായത്തിലൂടെ എന്താ പറയാ ഈ ട്രാൻഷ്യന്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ത്രികാല അബാധിത്വം ഇല്ലാത്തത്, അതായത് ബാധിക്കുന്ന എല്ലാ സാധനവും, അത് മാറുന്ന എല്ലാ സാധനത്തിനെയും നിരാകരിച്ച് അല്ലെങ്കിൽ കാര്യത്തിൽ നിന്ന് കാരണത്തിലോട്ട് ഇങ്ങനെ പോയി ഒരു ദിവസം നിമിത്ത കാരണവും ഉപാദാന കാരണവും തമ്മിൽ വ്യത്യാസമില്ലാത്തൊരു തലത്തിലെത്തുന്നത്. ഒരു അബ്സോർപ്ഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതാണ് ബ്രഹ്മം. ഇനി അഞ്ചാമത്തത് ബാനദർശനം, അതായത് വിഷൻ ഓഫ് കോൺഷ്യസ്നസ് എന്നാണ്. ബാനം എന്ന് വെച്ചാല് ഈ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു യുണീക്ക് ടേം ആണ്. കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ബോധം എന്നാണ് അതിന് ഒരു സാങ്കേതിക തലത്തിൽ അതിനെ അറിയാം. ഈ ബോധം എന്നുള്ള പദം ഇതിന് രണ്ടർത്ഥമുണ്ട്. ബോധം എന്ന് വെസ്റ്റേൺ സൈക്കോളജി പാർലൻസില് കോൺഷ്യസ്നസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അലേർട്ടാണ്. എന്ന സ്ഥാനത്ത് വേദാന്തത്തിന്റെ കേസിൽ ബോധം ഒരു
ആധാര വസ്തുവാണ്, ഫണ്ടമെന്റൽ തിങ് ആണ്, ബോധമേ ഉള്ളൂ. ഈ പ്രപഞ്ച ബോധത്തെയാണ് ഈ ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഇന്ദ്രിയങ്ങളിലൂടെ അറിയാവുന്ന ഒന്നല്ല, അത് അനുഭവത്തിലൂടെ അറിയാമെന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു ലിബറേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളും ഈ പ്രപഞ്ചബോധവും തമ്മിലുള്ള ആ ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ സെസേഷൻ ഓഫ് മൈൻഡ് നടക്കുമ്പോഴാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല. അതിപ്പോ നിങ്ങൾ പതഞ്ജലിയുടെ യോഗസൂത്രം, അഷ്ടാംഗ യോഗ സൂത്ര വായിച്ചു കഴിഞ്ഞാല് സമാധി എന്ന് പറയുന്ന സ്റ്റേറ്റ് അതാണ്. അതായത് അഷ്ടാംഗ യോഗത്തില് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി, ഇതാണ് ഈ അഷ്ടാംഗ യോഗത്തിലെ ഇതിന്. അപ്പൊ സമാധി അല്ലെങ്കിൽ ലിബറേഷൻ അല്ലെങ്കിൽ മോക്ഷം എന്ന് വേദാന്തം പറയുന്നതൊക്കെ ഏറെക്കുറെ ഒന്നാന്ന് പറയാം. കാരണം ഈ ഒരു ദാർശനിക തലത്തിൽ അത് കറക്റ്റ് അല്ലെങ്കിലും പ്രായോഗിക തലത്തിൽ അത് ഏകദേശം ശരിയാണ്. അപ്പൊ ഈ 5 ചാപ്റ്റേഴ്സ്, അതായത് അധ്യാരോപ ദർശനം അഥവാ വിഷൻ ബൈ സൂപ്പർ ഇമ്പോസിഷൻ, ആരോപിക്കപ്പെടുകയാണ് ചെയ്യണേ. പിന്നെ അപവാദ ദർശനം, അതിന്റെ അതായത് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് അതെന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് വിഷൻ ഓഫ് നോൺ സപ്പോസിഷൻ ആണ് 2ാമത്തെ ചാപ്റ്റർ. പിന്നെ ഇതിനെ എന്താ പറയാ, ഈ അസത്യ ദർശനം, ഇതിനെ നെഗേറ്റ് ചെയ്യുമ്പോൾ, രണ്ടിനെ നെഗേറ്റ് ചെയ്യുമ്പോഴാണ് അധിഷ്ഠാനം അഥവാ നമുക്ക് ട്രൂത്ത് എന്താണെന്ന് അറിയുന്നത്. പിന്നെ മറ്റേതര മായ ദർശനം, മായ ഒരു സാങ്കേതിക പദമാണ്. ഞാൻ നിങ്ങൾ ഈ വീഡിയോ റീവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മായയെക്കുറിച്ച് ഒരു കോമൺ മാൻസ് ഡെഫിനിഷൻ ഞാൻ നൽകുന്നുണ്ട്. ഇനി വരും ഇതിന്റെ പാരായണം, ഇതൊരു തരം ഒരു പാരായണ പരമ്പരയായിട്ട് കണ്ടാൽ മതി. പിന്നെ അടുത്തത് ബാനദർശനമാണ്, വിഷൻ ഓഫ് കോൺഷ്യസ്നസ്. ഈ 5 ചാപ്റ്റേഴ്സ് ബ്രഹ്മത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇനി 6ാമത്തെ ചാപ്റ്റർ കർമ്മം, 6, 7, 8, 9, 10 ഇങ്ങനെ കർമ്മം, യഥാക്രമം കർമ്മം, ജ്ഞാനം, ഭക്തി, യോഗം, നിർവ്വാണം. അപ്പൊ നിർവ്വാണം ഒരു സ്റ്റേജ് അല്ല, ഒരു പദ്ധതിയല്ല, അത് ആ ഒരു എന്താ പറയാ, ആ അബ്സോർബ്ഡ് സ്റ്റേറ്റിനെ കുറിച്ചുള്ള, എങ്കിൽ ബ്രഹ്മ പദത്തിൽ ലയിക്കുന്ന ആ തലത്തിനെ കുറിച്ചിട്ടുള്ള വിവരണമാണ്. അതായത് കർമ്മം, ഇപ്പൊ ഭഗവത്ഗീതയുടെ ഈ പൊതുവെ ഗീതയ്ക്ക് 18 അധ്യായങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ 3ആയിട്ടാണ് തരംതിരിച്ചേക്കണേ. ആദ്യത്തെ 6 പൊതുവെ കർമ്മമെന്നും, പിന്നെ അടുത്ത 6 ഭക്തി എന്നും, അവസാനത്തെ 6 അധ്യായങ്ങൾ ജ്ഞാനത്തെയും പ്രതിപാദിക്കുന്നു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. വിവേകാനന്ദ സ്വാമികൾ ഈ എന്താ പറയാ, ഈ അദ്വൈത വേദാന്തവും മറ്റേ എന്താ പറയാ ഈ പതഞ്ജലിയുടെ യോഗസൂത്രയും തമ്മിൽ സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രാജയോഗം എന്ന് പറഞ്ഞൊരു 4ാമത്തെ മാർഗവും കൂടി ഭഗവത്ഗീതയിൽ പ്രതിപാദിച്ചിട്ടുണ്ടെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഇപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ഈ ചാപ്റ്ററിന്റെ ഓർഡറും അത് തന്നെയാണ്. കർമ്മം, അതിൽ നമുക്ക് മുക്തി അഥവാ മോക്ഷം, കർമ്മം വഴിയോ ജ്ഞാനം വഴിയോ, ജ്ഞാനമാർഗം, കർമ്മമാർഗം, ജ്ഞാനമാർഗം, ഭക്തിമാർഗം, രാജയോഗം. പിന്നെ 5ാമത്തെ ചാപ്റ്റർ, 5ാമത്തെ ദശകം അദ്ദേഹം കോട്ട് ചെയ്യുന്നത് നിർവ്വാണ ദർശനം എന്നാണ്. അപ്പോ ഈ കൃതി നമുക്ക് യൂട്യൂബില് ഇതെങ്ങനെയാണ് സംസ്കൃതത്തിൽ പാരായണം ചെയ്യേണ്ടത് എന്നുള്ളത് ആ വീഡിയോ നോക്കിയാൽ, അല്ല ഒരു 30-32 മിനിറ്റ് കൊണ്ട് നമുക്ക് ചൊല്ലിത്തീർക്കാവുന്ന 100 ശതകങ്ങളെ ഇതിലുള്ളൂ. പക്ഷേ ഇതിന്റെ അർത്ഥം വളരെ പ്രൊഫൗണ്ട് ആണെങ്കിലും നമുക്കൊരു എന്താ പറയാ, അപ്പൊ ഈ 3 ഗ്രന്ഥങ്ങൾ, അതായത് ദീദതി ഭാഷ്യം ദർശനമാലയുടെ, പിന്നെ എന്താ പറയാ മുനി നാരായണപ്രസാദിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഭാഷ്യം, പിന്നെ നിത്യനേതി ഒരു ആംഗലേയ ഭാഷയിൽ എഴുതിയേക്കുന്ന ഈ പുസ്തകം. അപ്പൊ ഈ 3 പുസ്തകത്തിന്റെ സഹായം, പിന്നെ എൻ്റെ ഇന്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദി ആബ്സല്യൂട്ട് ഉണ്ട്. അപ്പൊ ഈ 4 ഗ്രന്ഥങ്ങളുടെ സഹായത്തോടെ നമ്മൾ ദർശനമാല വായിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഇപ്പോ ഫിലോസഫി, ഈ ഭാരതീയ ജീവിത ശൈലി അല്ലെങ്കിൽ ഭാഷയിലും ഒക്കെ വേദാന്തം വളരെ വലിയൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ രാഷ്ട്രീയ സാഹചര്യം കാരണം അതിനെ ആൾക്കാർ ഡംപ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ
ജീവിത രീതിയും കൾച്ചറും ഔട്ട്ലുക്കും എല്ലാം വേദാന്തമാണ് ഷേപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് കൈമാറി നമ്മുടെ കയ്യിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ വിചാരം 1853 മെക്കോളെ പ്രഭു ആധുനിക വിദ്യാഭ്യാസം എന്ന പേരിൽ കൾച്ചറൽ റൂട്ട്സിൽ നിന്ന് ഇന്ത്യൻസിനെ മുറിക്കുകയുണ്ടായി. അപ്പൊ അത് കാരണം ഇന്ന് അതിന്റെ വിചാരതലം നമ്മുടെ കയ്യിലോട്ട് എത്തുന്നില്ല. അപ്പോ ഈവൻ ഞാൻ തന്നെ പലപ്പോഴും നമ്മുടെ പല കൾച്ചറൽ തിങ്സിനെയൊക്കെ ഒരു ക്രിട്ടിക്കലായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ ഈ വേദാന്ത കൃതികളായിട്ടുള്ള സംസർഗത്തിന് ശേഷം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ നമ്മൾ ചെയ്യുന്നതിന് എല്ലാ കാര്യത്തിനും പുറകില് ഒരു ശാസ്ത്രീയ വശമുണ്ട്, അല്ലെങ്കിൽ ഒരു അടുക്കും ചിട്ടയോടെയുള്ള ഒരു ചിന്താ പദ്ധതിയുടെ പരിണിത ഫലമായിട്ടാണ് നമ്മുടെ കൾച്ചർ ഇവോൾവ് ചെയ്തേക്കണേ. അത് നമ്മുടെ ഇവിടുത്തെ ഹിസ്റ്റോറിയൻസും സോക്കാൾഡ് സെക്യുലറിസ്റ്റുകളൊക്കെ മൂടി വെച്ച് നിങ്ങൾക്ക് മറ്റൊരു യാഥാർത്ഥ്യം അല്ലെ അവരുടെ ഒരു തരം മായയാണ് നിങ്ങളുടെ മുന്നിലോട്ട് പലപ്പോഴും കൊണ്ടുവന്ന് വെച്ചേക്കണേ. ഇപ്പൊ നടരാജഗുരു മാതിരിയുള്ള ഒരു ഫൈനസ്റ്റ് തിങ്കർ, അതായത് ഒരു കമ്പാരറ്റീവ് ഫിലോസഫിയിൽ അദ്ദേഹത്തിന്റെ അത്രയും എന്താ പറയാ ഗ്രാഹ്യമുള്ള ഒരാളെ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അപ്പോ ഈ ഒരു പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു ഫിലോസഫറാണ്. അദ്ദേഹത്തിന്റെ കൃതികളിലോട്ടുള്ള ഒരു ആമുഖവും കൂടിയാണ് ഈ വീഡിയോ ഇനിഷ്യേറ്റീവ്. അപ്പോ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ദശകങ്ങളായിട്ട് നമുക്ക് പോയി ചിലപ്പോൾ ഏകദേശം ഒരു 25ഓളം വീഡിയോ വേണ്ടി വരും ഈ പാരായണം അല്ലെങ്കിൽ ഈ വായന പര്യവസാനിക്കാൻ. അപ്പോൾ അത് അണ്ടിൽ ദാറ്റ് ടൈം നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.